ദൈവത്തിന് സ്തോത്രം. ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ബംഗാളിദാസ്, അദ്ദേഹം കാല് ഒടിഞ്ഞ് ആശുപത്രിയിലാണ്. കേട്ട അറിവനുസരിച്ച് തന്നെ ആളുകൾ മർദ്ദിക്കുകയുണ്ടായി. ഇങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നുവെങ്കിലും കർത്താവിൻ്റെ വേല വളരുന്നതും പടരുന്നതും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ ഏതാണ്ട് 25 ദൈവവേലക്കാർ സംബന്ധിച്ചു, നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നവർ. അവരെ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ്, സെർവൻ്റ് ലീഡർഷിപ്പ്, യേശുവിനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതാണ് പഠിപ്പിച്ചത്. അതോടൊപ്പം കമ്മ്യൂണിക്കേഷൻ ഫോർ എഫക്റ്റീവ് ലീഡർഷിപ്പ്, അത് അവർക്ക് വളരെ പ്രയോജനമായി എന്ന് അറിയുവാൻ കഴിഞ്ഞു. അതുകൂടാതെ ഇന്നലെ ഏതാണ്ട് 50 യൗവനക്കാർ 15 ദിവസത്തെ ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു, ഫിനിഷ് ചെയ്തു, പൂർത്തിയാക്കി. അവരെല്ലാവരും പുതിയ വിശ്വാസികളാണ്. ദൈവവചനം പഠിക്കുവാൻ വേണ്ടി അവർ കടന്നു വന്നു. 15 ദിവസവും രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ് ക്ലാസ്സുകൾ. ഈ 15 ദിവസവും അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാൻ അനുവാദമില്ല. ആ മൊബൈൽ ഫോൺ അവർ നമ്മളുടെ ലീഡേഴ്സിനെ ഏൽപ്പിക്കും. ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ, 15 ദിവസത്തിന് ശേഷം മാത്രമേ അവർക്ക് ലഭിക്കൂ. ഇവരിൽ ഏതാണ്ട് ആരും തന്നെ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചവർ അല്ല. എല്ലാവരും യൗവനക്കാർ, ടീനേജേഴ്സ്. അവരിലൊക്കെ ഇങ്ങനെ വ്യത്യാസം വരുവാൻ ഇടയാക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം അത് പടരുന്നു. അത്ഭുതകരമായ രീതിയിൽ ആളുകൾ കർത്താവിനെ സ്വീകരിക്കുന്നു. എതിർപ്പുകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം പടരുന്നതും ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നതും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വേലയിൽ അനേകർ പങ്കാളികളാകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.